നമുക്ക് ഇന്നത്തെ ചെമ്മീൻ കിട്ടി, അല്ലെങ്കിൽ കൊഞ്ച്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. എല്ലാം കഴുകി പൊളിച്ച് വൃത്തിയാക്കി വെച്ചേക്കണം. അതിന് നമ്മൾ തേങ്ങ വറുത്തിട്ടുണ്ട്. തേങ്ങയും 2 കുരുമുളകും പെരിഞ്ചീരകവും കറിവേപ്പില ഇട്ട് വറുത്ത് അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ വറുത്ത് നമുക്ക് ഇനി ഒന്ന് അരയ്ക്കണം. അത് നമ്മളൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ കടുകിടാം. അത് എണ്ണ ചൂടായി നമ്മൾ കടുകിടുകയാണ്. അതിനാവശ്യമായതാണ് കൊച്ചുള്ളി, കിഴങ്ങ്, പച്ചമുളക്, കറിവേപ്പില. ഇത് വരട്ടിയിട്ട് കൊഞ്ചും. നമുക്ക് ആ സമയം കൊണ്ട് തേങ്ങ അരയ്ക്കണം. കടുകെല്ലാം പൊട്ടി നമ്മൾ ഉള്ളി ഇട്ടു. കൊച്ചുള്ളിയാണ് ഇടുന്നത്. ഇതാണ് നമ്മൾ വെള്ളം തൊടാതെ അരച്ച തേങ്ങ. പച്ചമുളകും കിഴങ്ങും കൊഞ്ചും ഇടാൻ പോകുന്നു. ഉപ്പ് ഇട്ട് വേവിക്കും. ഒരു സാധനം ഇപ്പോണ്ട് അരച്ചാൽ നോക്കണേ. ചക്കല്ലേ ആവശ്യമായ ഉപ്പ്. തക്കാളി കിട്ടും നമ്മളെ നല്ല തക്കാളിക്ക, ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, കൊഞ്ചും ഉണ്ട്. നമുക്ക് അതിനകത്ത് അരപ്പ് ചേർക്കാം. തേങ്ങ വറുത്തരച്ചല്ലേ. നമുക്ക് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കത് പിഴുപുളി വെള്ളം കൂടെ ചേർക്കാം. ശകലം ഇത്തിരി വേണം. തക്കാളിക്കുള്ള പുളി നമുക്ക് ഇല്ലെങ്കിലും. അങ്ങനെ നമ്മുടെ കൊഞ്ചിൽ റെഡിയായി. അവസാനം ഇച്ചിരി കറിവേപ്പിലേക്ക് പോവുക. ഇത്രയേ ഉള്ളൂ. എല്ലാവരും വെച്ച് നോക്കുക.